ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാലയെ പറ്റി ഇതിനു മുമ്പ് അവിടെ പഠിച്ചവർക്ക് മാത്രം അറിയാവുന്ന ചില സത്യങ്ങളാണ് ഈ വീഡിയോയുടെ ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ആർക്ക് വേണ്ടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ അവിടെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടൻ തന്നെ ഈ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ ഞാൻ 5 ടോപ്പിക്സ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ആ 5 ടോപ്പിക്കുകളിൽ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരുപാട് സംശയങ്ങളുടെ ഉത്തരങ്ങൾ അതിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനി അതിന് പുറമെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ചുള്ള വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിലെ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനെ പറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യം. ഓക്കെ, എന്നോടും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര പ്രഷറാണ്, അതേപോലെ തന്നെ ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു ജയിൽ പോലെയാണ് അവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇത് സത്യമാണോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വെറും പഠിപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, നമുക്ക് എല്ലാ എൻജോയ്മെൻറ്റും പോകും, ഫോൺ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര നമ്മൾ കുട്ടികളൊക്കെ ഭയങ്കര പ്രഷറായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുന്നതൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇത് സത്യമാണോ? ഇത് സത്യമാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% പറയും ഇത് സത്യമല്ല. ഓക്കെ, അത് എന്നോടൊന്ന് മാത്രമല്ല, അവിടെ ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയ ആരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അവരൊക്കെ ഇതേപോലെ തന്നെ പറയും അത് സത്യമല്ല. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ പോകുന്നതിന് മുമ്പ് പലതും പറയും, അവിടെ ഭയങ്കര സ്ട്രെസ്സാണ്, ക്യാമ്പസിൽ ചെന്നാൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കും എന്നൊക്കെ ഒരുപാട് പേര് പലതും പറയും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഓക്കെ, നമ്മൾ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അവിടെ ടോട്ടലി ഫ്രീ ആണ്. ഓക്കെ, നമ്മൾ പഠിക്കണോ വേണ്ടെന്നൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒരിക്കലും അവിടെ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളെ പ്രഷർ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കൊന്നുമില്ല. ഓക്കെ, നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കും, ഒക്കെ ഉണ്ടാവും. സ്ട്രിക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം എന്താ പറയുക, നമുക്ക് എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ മാത്രമേ അവിടെ ആ ഒരു സ്ട്രിക്ട്നെസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ടെൻഷൻ ആവുന്ന രീതിയിൽ ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിൽ ചെന്നെന്ന് വിചാരിച്ചിട്ട് ബ്രില്യൻറ്റിൻ്റെതായ ഒരു സ്ട്രെസ്സും പ്രഷറും നമുക്ക് കിട്ടാനില്ല. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. 25 ലക്ഷം അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. സോ അതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രില്യൻറ്റിൽ നിന്നല്ല, നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിക്കുകയാണെങ്കിലും അതിൻ്റേതായ ഒരു സ്ട്രെസ്സും പ്രഷറൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും. നമ്മളെല്ലാവരും അത് അനുഭവിച്ചവരാണ്, ഇനിയിപ്പം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരാണ്. ഓക്കെ, അതിപ്പം ബ്രില്യൻറ്റിൽ പഠിച്ചെന്നല്ല, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാലും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും. എക്സാമിന് മാർക്ക് കുറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഉറപ്പ് തരുന്നു, ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ബ്രില്യൻറ്റിൽ ചെന്നെന്ന് വെച്ചിട്ട് ബ്രില്യൻറ്റിൻ്റെതായ ഒരു സ്ട്രെസ്സോ പ്രഷറോ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ തന്നെ എന്താ പറയുക, നമ്മൾ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ അല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു പറയാം, നമ്മൾ ശരിക്കും ഞാനും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊക്കെ അവിടെ പോകുന്ന സമയത്ത്, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആഗസ്റ്റ് മാസത്തിലാണ് പോകുന്നത്. അപ്പോൾ ആഗസ്റ്റ് 15-ാം തീയതിയാണ് ഞാൻ അവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ ഇവിടെ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് അങ്ങോട്ട് പോകാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഞാൻ ബ്രില്യൻറ്റ് പോവാണ്, ആഗസ്റ്റ് 15-നാണ് അവിടെ എത്തേണ്ടത്. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, അപ്പോൾ ആഗസ്റ്റ് 15-ന് നിൻ്റെ സ്വാതന്ത്ര്യം പോകാനില്ല, കാരണം ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യത്തിനാണല്ലോ, അപ്പം നിൻ്റെ സ്വാതന്ത്ര്യം അതോടെ ഇല്ലാതാവാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ച്, ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കും, ജയിൽ പോലെയൊക്കെ ആയിരിക്കും, ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ പഠിച്ച് എന്താ പറയുക, 6 കൊല്ലം പഠിച്ചപ്പോഴൊന്നും എനിക്ക് യാതൊരു സ്ട്രെസ്സും യാതൊരു ടെൻഷനും ബ്രില്യൻറ്റിൻ്റേതായി എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എക്സാമിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനത്തെ യാതൊരു സ്ട്രെസ്സൊന്നും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, എൻ്റെ വേറെ ഫ്രണ്ട്സും അനുഭവിച്ചിട്ടില്ല. ഞാൻ കണ്ടതാണല്ലോ. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കിപ്പം ഒരു ഹോം സിക്നെസ് ഒക്കെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അത് അവിടെ നിന്നല്ല, ഇവിടെ ചെന്ന് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു വരും. ഓക്കെ, പക്ഷേ എന്താ പറയുക, നമുക്ക് ബ്രില്യൻറ്റിൽ പഠിച്ചെന്ന് വെച്ചിട്ട് യാതൊരു ടെൻഷനും പ്രശ്നമൊന്നും വരാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വിചാരിച്ചൊരു കാര്യമാണ്, ശരിക്കും നമ്മൾ പണ്ടൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്നില്ല. ഓക്കെ, +1 +2 ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി തന്നെ അവിടെ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററാന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിക്കുന്ന രീതിയൊന്നും അവിടെ ഇല്ല. ഓക്കെ, നമ്മളെ പഠിപ്പിക്കും, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഒക്കെ ഉണ്ട്. അല്ലാതെ ഒരു സ്കൂളിലൊക്കെ നടക്കുന്ന രീതി തന്നെ നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ട്, ഓണം കഴിഞ്ഞിട്ട് 10 ദിവസം ഓണം വെക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാകും, അത് കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ 10 ദിവസം ലീവ് ഉണ്ടാകും, വെക്കേഷൻ ഉണ്ടാകും, അത് കഴിഞ്ഞ് പിന്നെ പൂജാ ഹോളിഡേയ്സ്. ഇങ്ങനെ നമ്മൾ സാധാരണ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റും ക്യാമ്പസ് ലൈഫ്.
അതുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ യാതൊരു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സാവുന്നില്ല. പഠിപ്പിന് പഠിപ്പുണ്ട്, എല്ലാം ഉണ്ട്, റിസൾട്ടിന് റിസൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ പറയുന്നത് ഹോസ്റ്റലിൽ നിങ്ങളിപ്പം പറയുന്നുണ്ടല്ലോ, നമുക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് നമുക്ക് ഫോൺ കിട്ടുക. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഇതല്ലാതെ നമുക്കൊന്ന് എന്താ പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷൻ, ചെറുതായിട്ടൊന്ന് ടെൻഷൻ വന്നു, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വീട്ടിൽ വിളിക്കണം തോന്നി, ഓക്കെ കുറച്ച് ടെൻഷനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ വിളിക്കണം തോന്നി, അപ്പോൾ നമുക്ക് ഫോൺ തരുമെന്ന് വെച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്ക് അങ്ങനെ ആരും അവിടെ നിന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഫോൺ തരാതിരിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് ഫോൺ തന്നിരിക്കും. ഓക്കെ, നിങ്ങൾ സാറിനെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ തരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അപ്പോൾ തന്നെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം 1 മണിക്കൂർ വെച്ചാണ് കിട്ടുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോൺ തരും, ഫോൺ തരാതിരിക്കൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ അത്യാവശ്യത്തിനാണെങ്കിൽ എല്ലാ സഹായവും അവിടുന്ന് ചെയ്തു തരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അങ്ങോട്ട് പോകുമ്പം നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ സിസ്റ്റത്തിനൊക്കെ അനുസരിച്ച് ഉഷാറായിട്ട് പഠിച്ചാൽ മതി എന്ന് മാത്രം. ഓക്കെ, അപ്പം ഇതാണ് ആദ്യത്തെ കാര്യം. ഇത് എല്ലാവരും ചോദിച്ചൊരു കാര്യം, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് പറഞ്ഞത്. നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലെടുക്കാം. ബ്രില്യൻറ്റിലെ സിസ്റ്റം അടിപൊളിയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ പഠിച്ചിറങ്ങിയ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ബ്രില്യൻറ്റ് സിസ്റ്റം ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെന്നൊക്കെ. അതെന്നോട് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പറയും ബ്രില്യൻറ്റ് സിസ്റ്റം ഒക്കെ ഓക്കെ ആണ്. പക്ഷേ എന്താണ്, അങ്ങനെയാണെങ്കിൽ ബ്രില്യൻറ്റ് സിസ്റ്റം ഒക്കെ ഇത്രയൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ പഠിക്കുന്ന എല്ലാവർക്കും കിട്ടണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കും. ഓക്കെ, ഞാനിത് ഉറപ്പാണ്, ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അല്ലെങ്കിൽ കുറേ പേരെങ്കിലും എന്താ പറയുക, എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ താഴെ കമൻസിൽ ഒരുപാട് കമൻറ്റ് ഇടുന്നുണ്ടാവും. അതായത് ഇത്രയും കാലം നീ അവിടെ പഠിച്ചിട്ട് 2 കൊല്ലമായി നീ അവിടെ പഠിക്കുന്നു, എന്നിട്ട് നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ, ബ്രില്യൻറ്റ് സിസ്റ്റം ഓക്കെ ആണെന്ന് നീ പറയുന്നുണ്ട്, എന്നിട്ട് നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഒരുപാട് പേര് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പക്ഷേ അപ്പം അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രില്യൻറ്റിലെ സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റം തന്നെയാണ്. അല്ലെങ്കിൽ 100% അവരുടെ സിസ്റ്റം ഓക്കെയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു മിസ്റ്റേക്കും അവരുടെ സിസ്റ്റത്തിലോ അവരുടെ ഷെഡ്യൂളിലോ വരില്ല എന്നുള്ള കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്താ പറയുക, ആ ഒരു കാര്യം മിസ്സായത്, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയിപ്പം ഞാൻ പിന്നെയും ഒരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യാൻ വിചാരിക്കാൻ കാരണം എന്താണ്, അത് എൻ്റെ ഒരു എന്താ പറയുക മനസ്സിൻ്റെ എന്താ പറയുക അത്രയും ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ പോകുന്നു. എനിക്ക് പല മിസ്റ്റേക്സും ആ വഴിയിൽ വന്നിട്ടുണ്ടാകാം. ആ ജേണിയിൽ മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിന് നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിലോ എനിക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ എന്താ പറയുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്ര നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്രില്യൻറ്റിലെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക, 5 to 6 hours. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഇപ്പം അവിടെ ക്യാമ്പസ് തന്നെ റെഫറൻസ് സൗകര്യം ഉണ്ടാവും, അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പോയി സുഖമായിട്ടിരുന്ന് അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്കിപ്പം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ശനിയും ഞായറും നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും. സ്റ്റഡി ലീവ് എന്ന് പറയുമ്പം തിങ്കളാഴ്ച നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം നടക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച അടുത്തൊരു A+ എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലെവൽ കൂടിയിട്ടുള്ളൊരു എക്സാം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് തുടക്കത്തിലുള്ള കാര്യമായിട്ട് പറയുന്നത്, തുടക്കത്തിൽ ആ ഒരു എക്സാം ചൊവ്വാഴ്ച ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ബുധൻ വ്യാഴം വെള്ളി 3 ദിവസങ്ങളിലായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിൻ്റെ NCERT എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള പക്ക NCERT ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 5 എക്സാംസ് ആണ് ഉണ്ടാവുക. തുടക്കത്തിൽ 1-2 മാസമൊക്കെ ഇങ്ങനെ പോകും, അത് ഉച്ചവരെ ക്ലാസ്, അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസം കഴിയുന്ന സമയത്ത് ക്ലാസ് എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകും. അതുപോലെ തന്നെ എക്സാംസ് എന്ന് പറയുന്നത് ഈ 5 എക്സാമും ഒരാഴ്ചയിൽ നടക്കും. പക്ഷേ 5 ദിവസങ്ങളിലായിട്ടായിരിക്കില്ല, ചിലപ്പോൾ 2 ദിവസമായിട്ടോ 3 ദിവസമായിട്ടോ അത് ചുരുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒന്നും അത് നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്കത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം കേൾക്കുമ്പോൾ ചിലപ്പം പേടിക്കുന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. അതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതൊന്നും ഒരു വിഷയമേ അല്ല. ഓക്കെ, 2 ദിവസം 3 ദിവസത്തിൽ 5 എക്സാം നടക്കാറുണ്ട്. അത് സിമ്പിൾ പടപടയാറിന് ഇങ്ങനെ പോകുന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് സാധാരണ ഞാൻ ഇപ്പം പഠിച്ച സമയത്തൊക്കെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അപ്പം പിന്നെ എക്സാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഈ 5 എക്സാം കഴിഞ്ഞാലും എന്താ പറയുക, അതിൻ്റെ റിസൾട്ട് ഇപ്പം രാവിലെ എക്സാം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് വരും. എത്രയും പെട്ടെന്ന് തന്നെ, അത് ഭയങ്കര ഇതായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സൊക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരും. നമ്മുടെ ഗ്രൂപ്പ് ഒരുപാട് ബാച്ചസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഗ്രൂപ്പുകളായിട്ടാണ് എക്സാംസ് നടത്തുക. സോ ഓരോ ഗ്രൂപ്പിലെയും ടോപ്പർ ആരാന്നുള്ള കാര്യം എന്താ പറയുക അവിടുന്ന് പബ്ലിഷ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സിനെ ക്ലാസ്സിൽ വന്നിട്ട് അനൗൺസ് ചെയ്യും. അവരെ അഭിനന്ദിക്കും. ഇവർക്കെല്ലാം
എല്ലാവർക്കും ക്യാഷ് പ്രൈസ് കൊടുക്കും. ഓക്കെ, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാഷ് പ്രൈസ് കിട്ടും. അപ്പോൾ ഈ ക്യാഷ് പ്രൈസ് വാങ്ങാൻ ചില്ലറ കാര്യമൊന്നുമല്ല, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല ഉഷാറായിട്ടിരുന്ന് പഠിച്ചാലേ ഈ ക്യാഷ് പ്രൈസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ശരിക്കും നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നല്ല ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാഷ് പ്രൈസ് ഒക്കെ വാങ്ങി പോക്കറ്റ് മണി നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കാം. ഓക്കെ, 1000, 500, 300 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാഷ് പ്രൈസ് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അത് നിങ്ങൾക്ക് വാങ്ങാം. ഇനി അത് കഴിഞ്ഞ് അവസാനത്തെ 3 മാസം അവിടെ മോഡൽ എക്സാം ഉണ്ടാവാം. അവസാനത്തെ 3 മാസം മോഡൽ എക്സാം എന്ന് പറയുമ്പോഴും അതിനും ക്യാഷ് പ്രൈസ് ഉണ്ട്, ഗോൾഡ് മെഡൽ ഉണ്ട്, ഫസ്റ്റ് റാങ്കിന് ഗോൾഡ് മെഡൽ, പിന്നെ 2000 റുപ്പീസ് 1000 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാഷ് പ്രൈസ് അങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെടണം. അവിടുത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലുതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ പാരൻസ് മീറ്റിംഗ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഭയങ്കര രസമുള്ള ഒരു സംഭവം തന്നെയാണ്. ശരിക്കും റിസൾട്ട് വരിക, ക്യാഷ് പ്രൈസ് കിട്ടുന്ന കാര്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ്. ആരാണ് ടോപ്പർ എന്നൊക്കെ അറിയാമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ നോർമലി നടക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ബാച്ചിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയലുണ്ടാവും. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തിങ്കൾ മുതൽ വലിയ ക്ലാസ് ഉണ്ടാവും. ഇനിയിപ്പോൾ റിപ്പീറ്റർ ബാച്ച് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റർ ബാച്ചൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സിന് മാത്രം പോയാൽ മതി. ഓക്കെ, അല്ലാതെ എല്ലാ ക്ലാസ്സിനും പോകണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സിന് പോയിട്ട് ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാം. ആ രീതിയിലും അവൈലബിൾ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സിസ്റ്റം. എന്താ പറയുക, ഇപ്പം പെട്ടെന്ന് പറയുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റത്തെ പറ്റി പറയാനുണ്ട്. എന്തായാലും നിങ്ങൾ ബ്രില്യൻ്റ് സിസ്റ്റത്തെ പറ്റി യാതൊരു പേടിയും പേടിക്കേണ്ട. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ അടിപൊളിയായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. നമ്മൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കൂടെ പെർഫെക്റ്റ് ആയിട്ട് പോകണം. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ബ്രില്യൻറ്റിലെ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയാണോ? ഓക്കെ, എല്ലാ ക്ലാസ്സസും 100% ഓക്കെ ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ബ്രില്യൻറ്റിലെ എല്ലാ ക്ലാസ്സസും അടിപൊളിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങളൊരു കൊല്ലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ ചാപ്റ്ററിനും ഓരോ ഫാക്കൽറ്റിയാണ് വരിക. അപ്പോൾ ഓരോ ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ അപ്പം 85 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 85 ഫാക്കൽറ്റീസ് ആ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വരുന്ന 85 ഫാക്കൽറ്റീസും അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അടിപൊളിയല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ഫാക്കൽറ്റീസ് ഉണ്ടാവും, ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, ഉറപ്പായിട്ടും എനിക്കറിയാം അവിടെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അടിപൊളി ക്ലാസ്സസ് നൽകുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. എന്നാൽ നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച് ഫാക്കൽറ്റീസും ഉണ്ടാവും. അതിപ്പം ബ്രില്യൻറ്റിൽ നിന്നല്ല, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിലും അവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും 100% ഓക്കെ ആണെന്നുള്ള കണ്ടീഷൻ വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല. ഓക്കെ, ഒരിക്കലും കിട്ടില്ല. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിലും. ഇനിയിപ്പം ബ്രില്യൻറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, എല്ലാ ഫാക്കൽറ്റീസും അടിപൊളിയല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിന് റെമഡിയൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു സൊല്യൂഷൻ ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടാബിൽ എന്ത് കിട്ടും, നമ്മുടെ ലേണിംഗ് ആപ്പ് ഉണ്ടാവും. ആ ലേണിംഗ് ആപ്പിൽ നമുക്ക് ആവശ്യമുള്ള ക്ലാസ് ഏത് ഫാക്കൽറ്റീൻ്റെ വേണമെങ്കിലും, ഓക്കെ, ഒരുപാട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ഉണ്ടാവും, അതിൽ ഇഷ്ടമുള്ള ഫാക്കൽറ്റീസിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഉറപ്പ് തരാണ്, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. ഓക്കെ, ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനസ്സിലാവുന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരാണ്. ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ കുറേ അവിടെ നിന്ന് പഠിച്ചത്. എനിക്ക് എല്ലാ ഓഫ്ലൈൻ ക്ലാസ് ഒന്നും എന്ത് ചെയ്യുക മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ചില ക്ലാസ് ഒന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്ലാസ് എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അവന് ഇഷ്ടപ്പെടുന്നൊരു ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണല്ലോ. അപ്പം അങ്ങനെ എനിക്ക് മനസ്സിലാത്ത ക്ലാസ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അപ്പം തന്നെ അതിൻ്റെ ക്ലാസ് കാണും. എനിക്ക് തുടക്കത്തിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എന്ത് ചെയ്യില്ല, അപ്പം ആ ഒരു ദിവസം വന്നിട്ട് എനിക്ക് ഏത് മനസ്സിലാത്ത ടോപ്പിക്ക് ഞാൻ അപ്പം തന്നെ കാണാം. ഞാൻ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞാൻ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ച ഒരു മിസ്റ്റേക്ക് ഞാൻ തുടക്കത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാറ്റി കൂടെ കണ്ടുപോകുന്ന രീതിയിലായി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മനസ്സിലായിട്ടില്ല എങ്കിൽ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഓൺലൈൻ ക്ലാസ് കണ്ട് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു റെമഡിയൽ മെത്തേഡ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, എല്ലാ ഫാക്കൽറ്റീസും 100% ഓക്കെ ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ അതിനുള്ള റെമഡിയൽ മെത്തേഡ് അല്ലെങ്കിൽ സൊല്യൂഷൻ ബ്രില്യൻറ്റിലും ഉണ്ട്, ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ടാവും. അതൊന്നും നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ്. ഞാൻ എൻ്റെ ചാനൽ തന്നെ ഓൾറെഡി ഒരു 2
2 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം നമ്മുടെ ഹോസ്റ്റലിൻ്റെ കാര്യം ഞാൻ ഇപ്പം അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ബാക്കി എന്ത് കാര്യമാണെങ്കിലും, ഓക്കെ, ഹെൽത്ത് ആണെങ്കിലും അതേപോലെ തന്നെ ഫുഡ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഹോസ്റ്റലിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അഥവാ ഏതെങ്കിലും ഒരു ഫെസിലിറ്റി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ നിങ്ങളുടെ വാർഡനോടോ അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോളും. ഒരു പേടിയും പേടിക്കേണ്ട, ഓക്കെ, നിങ്ങൾക്ക് എല്ലാ സഹായവും അവിടെ ചെയ്തു തന്നോളും. പിന്നെ നമുക്കറിയാം ഹോസ്റ്റലിൽ വാർഡന്മാരുണ്ടാവും. ആ വാർഡനാണ് ശരിക്കും നമ്മുടെ അവിടുത്തെ ഗാർഡിയൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്തും നമ്മുടെ ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടാവും. ഓക്കെ, ആ പ്രോഗ്രസ് കാർഡിൽ നമ്മുടെ മാർക്കും റാങ്കൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, അന്ന് വന്നിട്ട് നമ്മുടെ ഹോസ്റ്റൽ വാർഡനെ കാണിക്കണം. അപ്പം ഗാർഡിയൻ്റെ സ്ഥലത്ത് വാർഡനാണ് സൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും. ആ ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മുടെ ഗാർഡിയൻ പോലെ തന്നെ അവിടെ വാർഡന്മാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ ചെയ്തു തന്നോളും. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഴ്ചയിൽ 3 ദിവസമാണ് നിങ്ങൾക്ക് ഫോൺ ലഭിക്കുക. 1 മണിക്കൂർ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ കൊണ്ടുപോകാം. എന്താ പറയുക, ബേസ് ഫോണോ അല്ലെങ്കിൽ ഇപ്പം സ്മാർട്ട് ഫോണോ ഏത് കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ള ഫോൺ കൊണ്ടുപോകാം. ആഴ്ചയിൽ 3 ദിവസം 1 മണിക്കൂർ വെച്ച് കിട്ടും. ഇനിയിപ്പം അതല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് അവിടെ പോയി വാർഡനെ പറഞ്ഞാൽ മതി, അവർ ഫോൺ തന്നോളും. ഓക്കെ, അങ്ങനെയൊക്കെ തരാറുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ തന്നെ തരും. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലും നിങ്ങളങ്ങനെ ടെൻഷൻ ആക്കൊന്നുമില്ല. അതേപോലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈമിംഗ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പഠിച്ച ഹോസ്റ്റലിലൊക്കെ എന്താ പറയുക വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ ആയിരിക്കും ആ ടൈമിങ്. ആ ടൈമിങ്ങിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടും. എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വിടും എന്നല്ല പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സാധനങ്ങളൊക്കെ വാങ്ങാനോ കഴിക്കാനൊക്കെ എന്തെങ്കിലും വാങ്ങാനൊക്കെ ആണെങ്കിലും പുറത്തേക്ക് വിടും. ഓക്കെ, അടുത്തുള്ള ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കടകളൊക്കെ ഉണ്ടാവും. സോ അവിടേക്ക് നമ്മളെ വിടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, എല്ലാ ദിവസവും വിടുന്ന വാശിയൊന്നും പിടിക്കരുത് കേട്ടോ. അപ്പം ആ ഒരു കാര്യമാണ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ 5ാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് 5ാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രില്യൻറ്റിൽ പഠിച്ചെന്ന് വിചാരിച്ച് നമുക്ക് നീറ്റ് ലഭിക്കുമോ അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ബ്രില്യൻറ്റിലാണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് എന്തായാലും നീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് 100% ശരിയല്ല. ഓക്കെ, നിങ്ങൾ ബ്രില്യൻറ്റിൽ പഠിച്ചെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബ്രില്യൻറ്റിൽ പഠിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂടി ഒരു 100% ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് നിങ്ങൾക്ക് അവിടെ ആവശ്യമാണ്. ഓക്കെ, 100% ഡെഡിക്കേഷൻ അവിടെ ആവശ്യമാണ്. നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നീറ്റ് പോകുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പം എന്നെ തന്നെ ട്രോളുന്ന പോലെയാണ്. അതായത് ഞാൻ 2 കൊല്ലം അവിടെ പഠിച്ചു, റിപ്പീറ്റ് ചെയ്തു, എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ ബ്രില്യൻറ്റിൽ പഠിച്ചതിനെ കൊണ്ട് എനിക്ക് കിട്ടണമെങ്കിൽ എനിക്കും കിട്ടണം, എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും, അവിടെ പഠിക്കുന്ന എല്ലാവർക്കും കിട്ടണം. പക്ഷേ അങ്ങനെ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ കിട്ടാത്തതിൻ്റെ കാരണം എന്താ, ബാക്കി എല്ലാവരും ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. ഞാനടക്കം ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ വരുത്തുന്നുണ്ട്. ആ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾ 100% അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രില്യൻറ്റ് സിസ്റ്റത്തെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, അവിടുത്തെ ഷെഡ്യൂളിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഒരു പേടിയും പഠിക്കേണ്ട. അതിൻ്റെ കൂടെ നിങ്ങൾ ഓക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രാക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് അല്ലേ. നിങ്ങൾ തന്നെ എപ്പോഴും കാണുന്നതാണല്ലോ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് റിസൾട്ടൊക്കെ വരുന്നത് ബ്രില്യൻറ്റ് എന്നാണ്. ഓക്കെ, അവരൊക്കെ എന്താ പറയുക ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ എന്താ പറയുക വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം മനസ്സിലാക്കുക. ബ്രില്യൻറ്റിൽ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരാൾക്ക് നീറ്റ് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ബ്രില്യൻറ്റിൽ പഠിക്കുന്ന സമയത്ത് നമ്മളും അതിൻ്റെ കൂടെ ഒരു ഹാർഡ് വർക്ക് കൊടുക്കണം. ഓക്കെ, ഉറപ്പായിട്ടും നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ബ്രില്യൻറ്റിൻ്റെ സിസ്റ്റമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ്. നീറ്റിന് അവിടെ നിന്നല്ല എവിടെ പഠിക്കുകയാണെങ്കിലും എന്താ പറയുക നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ഒരു ഡെഡിക്കേഷനൊക്കെ 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ ഒക്കെ തരുന്നതാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ 1 കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യാൻ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് ഉഷാറായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രാർത്ഥിക്കുക, ഉഷാറാക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം. 1 കൊല്ലം ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഉഷാറായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.